നിങ്ങളൊരു ഐഫോൺ യൂസറാണോ iOS 26 ഫോൺ ആപ്പിൽ ലഭിച്ച പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ. ഒന്ന്, യൂണിഫൈഡ് വ്യൂ. ഇതിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് ആഡ് ചെയ്തേക്കുന്ന കോൺടാക്റ്റുകളും അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് റീസെൻറ്റ് കോൾ ലിസ്റ്റുകളും കാണാൻ സാധിക്കുന്നതാണ്. ഫേവറേറ്റ് ലിസ്റ്റിലുള്ള കോൺടാക്റ്റുകൾക്ക് നിങ്ങൾ ഇമേജുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ രീതിയിൽ കാണാൻ സാധിക്കുന്നത്. യൂണിഫൈഡ് വ്യൂ നിങ്ങൾക്ക് പഴയ പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസിക് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് ടാബും ഫേവറേറ്റും രണ്ടും സെപ്പറേറ്റഡ് ആകുന്നതായിരിക്കും. 2, അൺനോൺ കോൾസ്. ഈ ഒരു ലിസ്റ്റിൽ തന്നെ നമുക്ക് മിസ്ഡ് കോളുകൾ, അൺനോൺ കോൾസ് എന്ന് പറയുന്നത് സബ് ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അൺനോൺ നമ്പറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ കോളുകളും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ മാർക്കാസ് നോൺ എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട്സിലേക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് കോൾ സ്ക്രീനിങ്. അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ ഈ 3 രീതിയിലായിരിക്കും ഫിൽട്ടർ ചെയ്യുന്നത്. നെവർ എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ ഡയറക്റ്റ്ലി കോളായിട്ട് തന്നെ റിസീവ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ആസ്ക് റീസൺ ഫോർ കോളിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫോൺ കോൾ വന്നാൽ പോലും റിങ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഈ കോളിൻ്റെ ഉദ്ദേശം, കോളറിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഫോൺ റിങ് പോലും ചെയ്യത്തുള്ളൂ. 3, സൈലൻറ്റ്. ഇത് നിരവധി യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ലായിരിക്കും, അത് സൈലൻ്റ് ആയി പോകും. സോ അത് അവോയ്ഡ് ചെയ്യണം. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾ നെവർ എന്നുള്ളത് ഈ ഒരു ഫിൽട്ടർ ഓപ്ഷനിൽ പോയിട്ട് നെവർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകളും നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ ആകുന്നതായിരിക്കും. 4, ഹോൾഡ് അസിസ്റ്റ്. കോൾ ചെയ്യുമ്പം പ്രത്യേകിച്ച് കസ്റ്റമർ കെയർ കോളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ അഡ്വൈസറുമായിട്ട് സംസാരിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ കോള് ഹോൾഡിലിടും. സോ അങ്ങനെ ഹോൾഡിലിടുമ്പം നമ്മുടെ ടൈം വേസ്റ്റ് ആക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ആ കോള് ഹോൾഡ് മാറ്റി ആ ഒരു വ്യക്തി സംസാരിക്കാൻ തുടങ്ങുന്നോ അപ്പോഴേ നമുക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. സോ ഡെഫിനറ്റ്ലി ഹോൾഡ് അസിസ്റ്റ് എനേബിൾ ചെയ്യുക. 5, ടാപ്പ് ടു റിട്ടേൺ കോൾസ്. അതായത് നിലവിൽ നിങ്ങളുടെ കോൾ ലിസ്റ്റിൽ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ബട്ടണിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ കോൾ പോകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ടാപ്പ് റീസൺ ടു കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ബട്ടൺ അവിടെ കാണത്തില്ല. പിന്നെ കോൺടാക്റ്റിൽ ടാപ്പ് ചെയ്താൽ തന്നെ ഡയറക്റ്റ് കോൾ പോകുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോയിസ് മെയിൽ ടാബ്. സോ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വോയിസ് മെയിലിൻ്റെ ആ ഒരു ടാബ് കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് വോയിസ് മെയിൽ ആക്സസ് ചെയ്യാനും ഇത് കംപ്ലീറ്റ് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഗ്രീറ്റിംഗ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് വോയിസ് മെയിലിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശബ്ദം തന്നെ ഓൺ വോയിസ് തന്നെ യൂസ് ചെയ്ത് ആ ഒരു ഗ്രീറ്റിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എഡിറ്റ് ടാബിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രീറ്റിംഗിൻ്റെ ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് ആ ഒരു മെസ്സേജ് റെക്കോർഡ് ചെയ്താൽ മാത്രം മതി ഗ്രീറ്റിംഗ് മെസ്സേജ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി മാറ്റങ്ങളാണ് നമ്മുടെ iOS 26 ഡിവൈസിലുള്ളത്. അതെന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക.